നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിലെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ വിഷയങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ അവർ നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഗാർഹിക പീഡനം, കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള സംഭവം ഉൾപ്പെടെ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ഇന്ന് നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളും നമ്മുടെ യുവതലമുറ വഴിതെറ്റി പോകുന്നു എന്ന് സമൂഹം പരക്കെ ആക്ഷേപിക്കുമ്പോഴും അവരെ എങ്ങനെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ലക്ഷ്യമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നത്. മഹിളാ മോർച്ച നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ചുമതല ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ എന്തും വരാം എന്നുള്ള നിലയിലാണ്. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് മുൻപ് അത്ര വ്യക്തമായിരുന്നില്ല. ഇന്ന് നേരിട്ട് അധ്യക്ഷൻ്റെ കോള് വന്നതാണ്. അതിനുശേഷമാണ് ഈ ഒരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുള്ളത്. മുൻപ് ചുമതല വഹിച്ചിരുന്ന സമയത്തും കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയും അവിടെയുള്ള വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ലക്ഷ്യം വെക്കുന്നത് വികസിത കേരളം എന്നുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വികസിത ഭാരതം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ വികസിത കേരളം എങ്ങനെ പടുത്തുയർത്താം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് മുൻഗണനയായിട്ട് കരുതുന്നത്.